അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ആദരണീയരായ സഹോദരങ്ങൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നത് അർക്കാനുൽ ഇസ്ലാമിനെ കുറിച്ചായിരുന്നു. രണ്ട് ഷഹാദത്തുകൾ അതിലൊന്നാമത്തതാണെന്നും രണ്ടാമത്തത് നമസ്കാരം, മൂന്നാമത്തത് സക്കാത്തും, നാലാമത്തത് നോമ്പും, അഞ്ചാമത്തത് ഹജ്ജുമാണ് എന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. അതിലെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ, അതിനെപ്പറ്റി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അമ്മ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ ഇല്ല എന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണ് എന്നും ഉള്ള ഷഹാദ. ഫഹിയ, അത് അൽ ഇഅ്തിഖാദുൽ ജാസിം അൽ മുഅബ്ബറു അൻഹു ബിൽ ലിസാൻ, മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട്, തന്റെ വിശ്വാസത്തിൽ ദൃഢമായി ആ കാര്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് നാവ് കൊണ്ട് വ്യക്തമായി അതിനെ പറയലാണ്. അൽ മുജറമു ബിഹാദിഹി ഷഹാദ, ഈ ഷഹാദ അതുകൊണ്ട് ഉള്ള ഈ ഉറപ്പിക്കൽ എന്ന് പറഞ്ഞാൽ കഅന്നഹു ബിജുർമിഹി ഫീ ദാലിക മുശാഹദുൻ ലഹു, നേരിൽ കണ്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നത് പോലെയുള്ള ഒരു പ്രഖ്യാപനമാണ് ഷഹാദ എന്ന് പറഞ്ഞാൽ. നേരിൽ കാണുന്നത് പോലെയുള്ള ഒരു സാക്ഷിയാകലാണ്. അത്രയും ഹൃദയത്തിലുള്ള ഉറപ്പോട് കൂടിയുള്ള പ്രഖ്യാപനമായിരിക്കണം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. വിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് ഖുർആൻ പറയുന്നതാണ്. അല്ലാഹുവിനെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയോ സ്വർഗ നരകങ്ങളെയോ നമ്മൾ സാക്ഷിയായിട്ടില്ല. സ്വഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ റസൂലിനെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ ഒരിക്കലും ഈ ലോകത്ത് കാണുക എന്നത് സാധ്യമേ അല്ല. മലക്കുകളെയോ ജിന്നുകളെയോ ഒന്നും അവയുടെ യഥാരൂപത്തിൽ കാണുക എന്നത് സംഭവിക്കില്ല. നരകസ്വർഗങ്ങൾ നമ്മൾ നേരിൽ കാണില്ല, പക്ഷേ നമ്മൾ അതിനെ വളരെ കൃത്യമായും വിശ്വസിക്കുന്നു എന്നുള്ളത് അതൊരു വിശ്വാസിയുടെ ക്വാളിറ്റിയാണ്. വഇന്നമാ ജുഇലത് ഹാദിഹി ഷഹാദത്തു റുക്നൻ വാഹിദ, ഈ രണ്ട് സാക്ഷ്യങ്ങൾ, ഒന്ന് പിന്നെ അള്ളാഹുവിലുള്ള ഷഹാദത്ത്, മറ്റൊന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള ഷഹാദത്ത്, ഇത് രണ്ടും കൂടി ഒരൊറ്റ കാര്യമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് മഅ തഅദ്ദുദിൽ മശ്ഹൂദി ബിഹി, നമ്മളെ ആ സാക്ഷ്യം വഹിക്കുന്ന കാര്യം രണ്ട് കാര്യങ്ങളുണ്ട്, ഒറ്റ കാര്യമല്ല, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ അതിന് ഒന്നായിട്ടാണ് കണ്ടത്. എന്ന് വെച്ചാല് ഞാന് പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ ഇല്ല എന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനും അടിമയുമാണ് എന്നുള്ള പ്രഖ്യാപനം, അത് രണ്ട് കാര്യമുണ്ട്. പക്ഷേ അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചത് ഒരൊറ്റ കാര്യമായിട്ടാണ്. കാരണം ഇമ്മാ ലിഅന്ന റസൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബല്ലിഗുൻ അനില്ലാഹി തആല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ നിന്നുള്ള ഒരു മുബല്ലിഗാണ്. അല്ലാഹുവിൽ നിന്നുള്ളത് എന്ത് കാര്യങ്ങളായാലും വഹീനെ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന മുബല്ലിഗാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫശഹാദതു ലഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് ബിൽ ഉബൂദിയ്യ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന സാക്ഷ്യം. വരിസാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന പ്രഖ്യാപനം. മിൻ തമാമി ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ആരാധനക്കർഹനായ അള്ളാഹുവില്ല എന്ന ഷഹാദത്തിന്റെ പൂർത്തീകരണമാണ്. ഒരാൾ പറയാണ് അള്ളാഹു പിന്നെ അല്ലാതെ ആരാധനയില്ല എന്നൊക്കെ ഞാൻ വിശ്വസിക്കാം, പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയാവോ? ഒരിക്കലും ഇല്ല. അപ്പോ അതിന്റെ പൂർത്തീകരണമാണ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. വഇമ്മാ ലിഅന്ന ഹാതൈനി ഷഹാദതൈൻ, ഈ രണ്ട് ഷഹാദകൾ ഉണ്ടല്ലോ, അത് അസാസു സിഹ്ഹത്തിൽ അഅമാലി വഖബൂലിഹാ, ഒരാളുടെ പ്രവർത്തനങ്ങൾ ശരിയാകുന്നതിനും അത് സ്വീകരിക്കപ്പെടുന്നതിനുമുള്ള അടിസ്ഥാനമാണ്. നമ്മൾ പറയല്ലോ തറെടുക്കാതെ പുരണ്ടാക്കിയിട്ട് കാര്യമല്ല, അതന്നെയാണ്. ഒരാൾ കുറെ നിസ്കരിച്ചിട്ട് കാര്യമല്ല, എന്തില്ലാതെ രണ്ട് ഷഹാദകളുടെ
രണ്ട് ഷഹാദകളെ വ്യക്തമായി ഉറപ്പിച്ചിട്ടല്ലാതെ ഉള്ള ഒരു പ്രവർത്തനങ്ങളെ കൊണ്ടും അത് സ്വീകരിക്കപ്പെടില്ല. ആ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടാനുള്ള മാനദണ്ഡമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളത്. ഇത് ലാ സിഹത ലി അമലിൻ, ഒരു അമലും ശരിയാവുകയില്ല, വലാ ഖബൂല, അത് സ്വീകരിക്കപ്പെടുകയുമില്ല, ഇല്ലാ ബിൽ ഇഖ്ലാസി ലില്ലാഹി തആല, അല്ലാഹുവിലുള്ള ഇഖ്ലാസോട് കൂടി അത് ചെയ്താലല്ലാതെ, നിഷ്കളങ്കമായി അല്ലാഹുവിന് വേണ്ടി മാത്രമായി കൊണ്ട് ചെയ്യുന്നതിലൂടെയല്ലാതെ അത് സ്വീകരിക്കപ്പെടുകയില്ല. വൽ മുതാബഅതി ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടുമായിരിക്കണം ആ പ്രവർത്തനം. എങ്ങനെയെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചോ ആ രീതിയിൽ ചെയ്യണം. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിങ്ങളോട് നമസ്കരിക്കുവാൻ കൽപ്പിച്ചത് ആ രീതിയിൽ നമസ്കരിക്കണം. ളുഹർ 5 റക്അത്ത് നമസ്കരിക്കാൻ പറ്റുമോ? എന്താ അതില് പിന്നെ അല്ലാഹു അക്ബർ പറയുന്നില്ലേ, അതിൽ സുജൂദിലും റുക്കൂലും ഒക്കെ ഉള്ള പ്രാർത്ഥനയില്ലേ? സുജൂദും റുക്കൂവും ഒക്കെ ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ തന്നെയല്ലേ? പിന്നെന്താ പ്രശ്നം? അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് രൂപത്തിൽ, എത്ര എണ്ണം, എങ്ങനെയൊക്കെ രീതിയിൽ എങ്ങനെ പഠിപ്പിച്ചോ അതുപോലെ ആയിരിക്കണം അതുണ്ടാകേണ്ടത്. വബിൽ മുതാബഅതി ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ആയിരിക്കണം അത്. അതുകൊണ്ട് തന്നെ പിന്നെ ഫബിൽ ഇഖ്ലാസി തഹഖഖു ഷഹാദത്തു അല്ലാ ഇലാഹ തഹഖഖു ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ഇഖ്ലാസ് കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാകുന്നത്. വബിൽ മുതാബഅതി ലി റസൂലില്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിലൂടെയാണ് തഹഖഖു ഷഹാദത്തു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരൽ കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ദൂതനും അടിമയുമാകുന്നു എന്നുള്ള ഷഹാദത്ത് അത് യാഥാർത്ഥ്യമാകുന്നത്. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം ഇതിന്റെ സമറാത്തുകളെ പറ്റി പറയാണ്, ഇതിന്റെയൊക്കെ ഫലങ്ങളെ കുറിച്ച്. വമിൻ സമറാത്തി അശ്ശഹാദത്തിൽ അലീമ, ഈ 2 ഷഹാദത്തുകൾ ഉണ്ടല്ലോ, അതിന്റെ ഫലങ്ങളിൽ പെട്ടതാണ് തഹ്രീറുൽ ഖൽബി വൻ നഫ്സി മിനർ റിഖ്ഖി ലിൽ മഖ്ലൂഖീൻ, ഈ സൃഷ്ടികൾക്കുള്ള അടിമത്വത്തിൽ നിന്ന് ഹൃദയത്തെയും മനസ്സിനെയൊക്കെ ശുദ്ധമാക്കൽ അതുകൊണ്ട് സംഭവിക്കും. എന്ന് വെച്ചാല് നമ്മള് ഈ ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നതോടുകൂടി പിന്നെ മറ്റുള്ളവരുടെ വാക്കുകളൊന്നും ഇസ്ലാമിനെതിരാകുന്ന ഒരു വിഷയത്തിൽ ഒരടിമയുടെ വാക്കിനും നമ്മൾ വില കൊടുക്കൂല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ ലോകത്ത് ഒരു അടിമക്കും വിധേയത്വമില്ല എന്ന പ്രഖ്യാപനം. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വളരെ കൃത്യമായും പഠിപ്പിച്ചതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ, മാതാപിതാക്കളാണ്. അല്ലാഹുവോടുള്ള ബാധ്യത കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബാധ്യതയുള്ളതാണ് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചവരാണ്. പക്ഷെ അവർ നിങ്ങളെ ശിർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധിപ്പിച്ചാൽ അനുസരിക്കേണ്ടതുണ്ടോ? അനുസരിക്കേണ്ടതില്ല. ഫലാ തുതിഉഹുമാ, അവരെ ആ വിഷയത്തിൽ അനുസരിക്കേണ്ടതില്ല. ഒരാൾ ഈ 2 ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നതിന്റെ ഫലങ്ങളിൽ പെട്ടതാണ് അവന്റെ ഹൃദയവും മനസ്സും ഒക്കെ പിന്നെ സൃഷ്ടികൾക്കുള്ള അടിമത്തത്തിൽ നിന്ന് അതിനെ സ്വതന്ത്രമാക്കുക എന്നുള്ളത്. വൽ ഇത്തിബാഇ ലിഗൈരിൽ മുർസലീൻ, പ്രവാചകന്മാരുടേതല്ലാത്ത പാതയെ പിന്തുടരലിൽ നിന്നും അവരെ മോചിപ്പിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ എന്നിട്ട് 2ാമത്തെ കാര്യം പറയാണ്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു ഷഹാദത്താണ്, 2ാമത്തത് അത് നമസ്കാരമാണ്. നമസ്കാരം നിലനിർത്തുക എന്നുള്ളത് അത് അല്ലാഹുവിന് വേണ്ടിയുള്ള ഒരു ആരാധനയാണ്. പൂർണ്ണമായ രൂപത്തിലും നേരായ രീതിയിലും അത് അല്ലാഹുവിന് വേണ്ടി നിർവഹിക്കണം. അത് എങ്ങനെയാണോ ഏത് സമയത്താണോ നിർവഹിക്കേണ്ടത് ആ സമയത്ത് നിർവഹിക്കണം. സുബഹി കണ്ട് നേരം പുലർന്നതിന് ശേഷം നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ ളുഹർ അസറിന്റെ സമയത്ത് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? വേറെ ഏതെങ്കിലും സമയത്ത് നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ ഏതാണോ അതിന്റെ സമയം ആ സമയത്ത് നിർവഹിക്കണം. ഏത് രൂപത്തിലാണോ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ആ രൂപത്തിൽ, ഏത് സമയത്താണോ അത് നിർവഹിക്കേണ്ടത് ആ സമയത്ത്, ഏത് രൂപത്തിലാണോ അത് പഠിപ്പിക്കപ്പെട്ടത് അതേ രൂപത്തിൽ നമ്മളത് നിർവഹിക്കണം. സ്വല്ലു കമാ റഅയ്തുമൂനി
ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. വമിൻ സമറാത്തിഹ, നമസ്കരിക്കുന്നതിന്റെ ഫലങ്ങളിൽപ്പെട്ടതാണ് ഇൻഷിറാഹു സുദ്ർ, മനസ്സ് വിശാലവും. വളരെ ടെൻഷനുള്ള ഒരു സമയം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന സമയം, ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കും. നമസ്കാരം മനുഷ്യന്റെ മനസ്സുകളിലെ കുടുസതകളെ നീക്കിക്കളയുന്നതാണ്. അതുപോലെ തന്നെ വഖുറത്തുൽ ഐൻ, നയനാനന്ദം, നമുക്ക് കൺകുളിർമ ലഭിക്കുവാൻ കാരണമാകുന്ന കാര്യമാണ്. വൽ ഇൻസിജാറു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മനുഷ്യരെ അകറ്റുന്ന കാര്യമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം മനുഷ്യനെ മോശമായ കാര്യങ്ങളിൽ നിന്നും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും അകറ്റുന്ന കാര്യമാണ് എന്ന് നമുക്ക് ഖുർആൻ തന്നെ നമ്മളോട് പഠിപ്പിച്ച കാര്യമാണ്. അതാണ് ഈ ഷഹാദത്തിന്റെ ഫലങ്ങളും അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ ഫലങ്ങളുമാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഷഹാദയില്ലാതെ, രണ്ട് ഷഹാദ കൃത്യമായും വിശ്വസിക്കാതെയുള്ള അമലുകളെ കൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ ഒരു കാര്യവുമില്ല എന്നതുകൂടി നമ്മളോട് ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.